നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന നല്ല എരിവുള്ള ഒരു ബിസ്ക്കറ്റില്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മസാല ബിസ്ക്കറ്റ് ഓവൻ്റെയോ അതുപോലെ മുട്ടയോ ഒന്നും ചേർക്കാതെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് നല്ല ക്രീം പോലെ ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററില്ലേ, ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടും മിക്സ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഇതുപോലെ മിക്സായി കിട്ടും. ബട്ടറും ഷുഗറും ഇതാ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ എള്ളാണ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഇടുന്ന മസാലപ്പൊടികൾ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. അതായത് ഗരം മസാല, അതുപോലെ കറിവേപ്പില, മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഒരു മസാല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു സിലിണ്ടറിക് ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇതിന് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്ക് 1 ഇഞ്ച് കനത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ, അതായത് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. നല്ല സിമ്പിളായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ചിലവ് കുറഞ്ഞൊരു ബിസ്ക്കറ്റാണ്. ആർക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു അടിപൊളി ബിസ്ക്കറ്റ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ റൗണ്ട് സർക്കിളൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും തടവിയിട്ട് ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കും. ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അകലം വിട്ടിട്ട് വെച്ച് കൊടുക്കണേ. ഇതിനിടയിൽ ഞാൻ പാത്രം, കട്ടിയുള്ളൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഒരു 10 മിനിറ്റ് എങ്കിലും പ്രീ ഹീറ്റ് ചെയ്യണേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. അതിൻ്റെ അടപ്പും എല്ലാം പ്രീ ഹീറ്റ് ചെയ്യണേ. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിനി ബേക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി വലിയ സൈസിലേക്ക് മാറും, അതായത് കുറച്ച് വലുതായി വരും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുമ്പോൾ കുറച്ച് അകലത്തിൽ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ 1 കപ്പ് മൈദക്ക് 100 ഗ്രാം ബട്ടർ കറക്റ്റ് അളവാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കുറച്ചും കൂട്ടി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്, 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 25 മിനിറ്റിന് ശേഷം ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ്, കിച്ചൺ മൊത്തം നല്ല സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തെടുത്തിട്ട് പിന്നെ ബിസ്ക്കറ്റ് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വെക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എടുത്തപ്പാട്. തണുത്ത് കഴിഞ്ഞാലാണ് കുറച്ചൊന്ന് ഉറച്ച് കിട്ടുക, അതായത് നമ്മളെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുക. അടിഭാഗം നല്ല ബ്രൗൺ കളറായിട്ട് മുകൾ ഭാഗം നല്ല ഒരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ എഗ്ഗ് വാഷ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.